കാസർഗോഡ് നടന്ന പ്രശ്നമെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും. ഹനാൻഷ വന്നിട്ട് അതിനെ കുറിച്ച് എനിക്ക് എന്ത് പറയാനില്ല. ആവാത്ത പണിക്ക് നിൽക്കണ്ടാഞ്ഞി അത്രമാത്രം അതിനെ കുറിച്ച് പറയാണ്ട്. അത് വേറെ കഥ. ഞാൻ വന്നിപ്പോ അതിനല്ല. നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ കുറെ വോയിസും കാര്യങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്. ബുർക്കെട്ടിട്ട് കിഞ്ഞി ഹനാൻഷ വരുന്നെല്ലുമ്പോ ഹറാമിന്റെ പണിക്ക് പെണ്ണുങ്ങൾക്ക് ഇഞ്ഞി പിന്നെ ആണുങ്ങ അടുക്കാൻ മാപ്പിളമാരില്ലേ പോരല്ലെന്നല്ല പറഞ്ഞിട്ട് ഞാൻ കേക്കട്ടെ. ഈ ഹറാമിന്റെ പണി ആണുങ്ങൾക്ക് സ്പെഷ്യൽ, പെണ്ണുങ്ങൾക്ക് സ്പെഷ്യൽ ഉണ്ടാ? ഹറാമ് പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾക്കും അത് ഹറാമെന്നല്ലേ? ഈ ആണുങ്ങെല്ലാം ഉണ്ടത് മരത്തിന്റെ മുകളിലും ബാരിന്റെ മുകളിലും കുണ്ടിന്റെ ഉള്ളിലല്ലോ അല്ലോ. അപ്പൊ ആണുങ്ങൾക്ക് ആവെങ്കിൽ എന്തുകൊണ്ട് പെണ്ണുങ്ങൾക്ക് ആയിക്കൂടാ? അപ്പൊ നിങ്ങൾ ചെല്ലണം സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ലാത്ത പ്രോഗ്രാം എന്ന്. കാസർഗോഡ് ഒരു പ്രോഗ്രാം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കാണണ്ടേ? ഞാൻ മൂന്നാട്ടാറന്നല്ലേ. പിന്നെ ബുർക്കെട്ടിട്ട് കീഞ്ഞാല് ബുർക്കെട്ടങ്ങ് വിട്ടിട്ടങ്ങും പ്രശ്നമാണ്. ഞങ്ങൾ ഡ്രസ്സ് ഇട്ടിട്ട് വന്നെങ്കിൽ നിങ്ങൾ ചെല്ലു പറന്നിട്ടൂടെ മെരിക്കുന്ന തുണിയാകുന്നു. ബുർക്കെട്ടിട്ട് വന്നിട്ട് ബുർക്കെട്ടിട്ട് കീഞ്ഞതായി പ്രശ്നം. എന്താ അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ഹറാമ് പെണ്ണുങ്ങൾക്ക് കാണണ്ടേ ഇങ്ങനത്തെ ഒന്നും പ്രോഗ്രാമും കാര്യമൊന്നും? ഈ അടുക്കേണ്ട മാപ്പിളമാരുടെ ഭാഗം നോക്കാൻ വേണ്ടിട്ട് മുമ്പേ കഴിഞ്ഞിട്ട് അവിടെ വന്നിട്ട് നിന്നിട്ടുണ്ട്. അതിനൊന്നും കഥയില്ല. എന്ത് പ്രശ്നം വന്നെങ്കിൽ ഈ പെണ്ണുങ്ങളെ നെഞ്ഞിക്കിടുന്നത് ആണുങ്ങൾക്ക് കാസർഗോട്ടാർക്ക് മെയിൻ ഉള്ള ഒരു പ്രോഗ്രാമാണ്. എല്ലാം കൊടുത്തിട്ട് പെണ്ണുങ്ങളെ നെഞ്ഞിക്കിട്ടുള്ളൂ. ബുർക്കെട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ ബുർക്കെടാതെ ചെയ്യണോ? അല്ലേ പിന്നെ ഒക്കൂന്ന് എന്ത് പറയുക? പെണ്ണുങ്ങളെ നെഞ്ഞിക്ക് ആണുങ്ങൾക്ക് ആണെങ്കിൽ പെണ്ണുങ്ങൾക്കും കാണണോ? ഞങ്ങളുടെ നാട്ടിൽ പ്രോഗ്രാമൊക്കെ ഞങ്ങൾക്കും കാണണോ? എന്തെന്ന് തലയിൽ മുണ്ടിടാതുങ്കൽ നടന്നാലേ പെരിയോ തരം താഴ്ത്തി ഹലാക്കാക്കും അതാപാലേ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഒരു മുടി നിന്റെ തലയുടെ ഒരു മുടി എന്റെ പുരുഷൻ എന്തുവരെ കാണിച്ചു കൊടുത്തിട്ടുണ്ടോ? നിന്റെ ശരീരത്തിന്റെ ഒരു വെളുത്ത ഭാഗം, നിന്റെ ശരീരത്തിന്റെ ഒരു തൊലിയുടെ നിറം ഇന്ന് വരെ നിന്റെ കാമുകനെ പ്രദർശിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, തലിക്കുളത്തെ സ്നേഹതീരത്തിന്റെ മതിലുസൽ വന്ന് തലമറച്ച് പറതയിട്ട് മത്തയിട്ടിരുന്നാ പോര പെങ്ങള്. ഖബറിന്റെ അത്ഭുതത്തെ കുറിച്ച് കേൾക്കുമ്പോ പൊട്ടിക്കരന്നാ പോര പെങ്ങള്. ഇന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ, പാട്ടുപാടാൻ വരുന്ന പെണ്ണ് പോലും റിയാലിറ്റി ഷോയിൽ മഫ്ത ധരിച്ചിട്ടാ വരുന്നത്. ഒരു നിസ്കാര പിഴമ്പ് കൂടി വലിച്ചിട്ട്